കൊച്ചിയിലും പ്രതിഷേധം നടക്കുകയാണ്. ABVP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുകയാണ്. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എത്രത്തോളം ശക്തമാണ് പ്രതിഷേധം? സംസ്ഥാനമെമ്പാടും ABVPയുടെ നേതൃത്വത്തിൽ സമര പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിലും ഈ പ്രതിഷേധം നടന്നത്. കെ വിഷ്ണുവിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള കെ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള EU ഈശ്വരപ്രസാദിന് നേരെ CPM ഗുണ്ടകളുടെ SFI DYFI ഗുണ്ടകളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള മൃഗീയമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം തന്നെ V ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടിനെതിരെ തന്നെയാണ് ABVP നടത്തുന്ന ഈ പ്രതിഷേധം. വിഷ്ണു, ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്ന EU ഈശ്വരപ്രസാദിനെ ഇന്നലെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെമ്പാടും ഈ ഒരു സമരം ഉണ്ടോ, അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും? അല്ല, ഇന്നലെ വൈകിട്ട് ഒരു 11 മണിയോട് കൂടിയാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ റെയിൽവേ സ്റ്റേഷന് സമയത്ത് നിന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തെരുവോരങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ ABVP ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോഴും ശിവൻകുട്ടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ധാരണയില്ല. രാവിലെ അദ്ദേഹം എണീച്ചിട്ട് ABVP എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷേ ഇതിന് ഒരു മാസം മുമ്പ് തന്നെ ABVPയുടെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ ലാഭം നോക്കിയിട്ട് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ABVP ഇത്തരത്തിലുള്ള വലിയൊരു സമരം കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് കാരണം കേരളത്തിലെ നിരവധി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ ഒരു സമരത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് മൃഗീയമായിട്ടുള്ള ആക്രമണം CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം സംസ്ഥാനമെമ്പാടും അലയടിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിലും ഇതിനെതിരായിട്ടുള്ള സമരമാർഗങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ABVP വക്താക്കൾ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, രേഷ്മ, ശക്തമായ പ്രതിഷേധം തന്നെയാണ് വിവിധ മേഖലകളിൽ അലയടിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലും പ്രതിഷേധങ്ങളുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലും നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്തും അല്പസമയത്തിനകം ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രേഷ്മ, ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ കണ്ട CPM SFI ഗുണ്ടാ വിളയാട്ടത്തിന് പിന്നിൽ കൃത്യമായൊരു ആസൂത്രണ നീക്കം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു SFI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഒരു മുന്നറിയിപ്പായി ABVP പ്രവർത്തകർക്ക് നൽകിയിരുന്നു. ഇത്തരത്തിൽ അതിക്രമം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ഒരു ആസൂത്രിതമായ ഒരു അതിക്രമം നടന്നിട്ടും പോലീസ് അതിൽ കൃത്യമായി ഇടപെട്ടില്ല. ഇത്രയും നേരമായിട്ടും ഇതിലെ പ്രതികൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പ്രതികളെ കണ്ടുപിടിക്കാൻ പോലും പോലീസിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്ത് നിഷ്ക്രിയത്വം തുടരുകയാണ്, മറുഭാഗത്ത് ഈ അതിക്രമത്തിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അതുതന്നെയാണ് പുറത്തു വരേണ്ടത്. എന്തു തന്നെയായാലും ഇനിയും വരും നേരങ്ങളിൽ ശക്തമായൊരു പ്രതിഷേധത്തിന് തന്നെയല്ലേ ഇനി സാക്ഷിയാകേണ്ടത്? അതെ വിഷ്ണു, അതായത് ഇന്നലെ ഈ സംഭവം ഉണ്ടായി ഇത്രയധികം മണിക്കൂറുകൾ പിന്നിട്ടിട്ട് കൂടി ആ പ്രതികൾക്കെതിരെ, അതായത് വഞ്ചൂർ ഭാഗത്തുള്ളവരാണ് ആ ഒരു കാടത്തം ചെയ്തിട്ടുള്ളത്, അവർക്കെതിരെ അവരെ തിരിച്ചറിഞ്ഞിട്ട് കൂടി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറുവിരൽ അനക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടില്ല. സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും പ്രതികൾക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് തുടരുന്നത്. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തലസ്ഥാന നഗരിയിൽ സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഒക്കെ തന്നെ വിരൽത്തുമ്പിലുള്ള ആളുകൾ അല്ലെങ്കിൽ മൂക്കിന്റെ താഴെ തന്നെയാണ് അവരൊക്കെ തന്നെ വിഹരിക്കുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്ന അർദ്ധരാത്രിയിലാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ പറയുന്ന പോലീസ് അവിടെ ഉണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഈ അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു അക്രമത്തെ പോലീസും ഒത്താശ ചെയ്യുന്നു എന്ന് വേണം ഈ ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്താനായിട്ട്. എന്തായാലും സംസ്ഥാനമെമ്പാടും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ വക്താക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട്, അതായത് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു കാടത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധ മുറകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇന്നലെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ കരിങ്കോട് പ്രതിഷേധം
വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷെ അതിനെ അടിച്ചമർത്തിയത് CPM-ന്റെ ഗുണ്ടകളെ ഉപയോഗിച്ചായിരുന്നു. പോലീസ് പോലും നിഷ്ക്രിയരായ ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ സംസ്ഥാനമെമ്പാടും വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും ഈ ഒരു പ്രതിഷേധ സംഘം അല്ലെങ്കിൽ പ്രതിഷേധ യോഗം ചേർന്നത്. റോഡുകൾ ഉപരോധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കലാലയങ്ങളിൽ SFIയുടെയും DYFIയുടെയും CPM-ന്റെ കാടത്തം അത് തുറന്നു കാട്ടിക്കൊണ്ടുമായിരിക്കും വിവിധ ദിവസങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യം നിഷേധിക്കുന്ന മന്ത്രി ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള പ്രതിഷേധവും തുടരുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു, ശരി, പ്രതിഷേധം അലയടിക്കുകയാണ്. ABVPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.